ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ പേര് വിദ്യ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണ്, ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. എനിക്കൊന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആയുർവേദിക്ക് ഇവർ തയ്യാറാക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഈ പേര് കേൾക്കുമ്പോൾ മെജോറിറ്റി ആയിട്ട് കുറച്ച് പേരെങ്കിലും ഇത് കേട്ട് കാണും. നാൽപ്പമരാതി കേരം അല്ലെങ്കിൽ നാൽപ്പമരാതി തൈലം, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടേതായ കുറച്ച് ഹെർബ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മെയിനായിട്ട് നിൽക്കുന്നത് മഞ്ഞളും എണ്ണയുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 7 ദിവസം ഒന്ന് അടുപ്പിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിൻ്റെ ഗുണങ്ങൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ അല്ലെങ്കിൽ ശരീരത്തെ ടാൻ മാറ്റാനുള്ള ഗുണം അതിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറ്റാനുള്ളതും, പിന്നെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സോ ആക്നിയോ അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് അവർ പറയുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി നിങ്ങൾ എൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഓക്കെ, ഐ ഹാവ് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. പിന്നെ ഒരേ ടോണല്ല, ഇവിടെ ടോണ് കണ്ടോ, ഒരു ഈവൻ ടോണല്ല. പിന്നെ പിഗ്മെൻറ്റേഷൻ, മൗത്തിൻ്റെ അവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ്, ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലുള്ള ഫേസ് എന്ന് പറയുന്നത്. ഇനി ഒരു 7 ഡേയ്സൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ ഗൈസ്, നിങ്ങൾ നല്ലതുപോലെ കണ്ടോളൂ. പ്രത്യേകിച്ച് ഞാനൊന്നും ഇട്ടിട്ടില്ല, മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് മുഖം ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടേ. ആഗ്നെ ഉണ്ടോ, വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ആഗ്നെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഔട്ട്സ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലുള്ള എൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് എങ്ങനെയായിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. സോ ഗൈസ്, നമുക്കിപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് സംഭവം. ഉണ്ട് നാൽപ്പമരാതി, ഇവിടെ എന്താ എഴുതിയേക്കുന്നത്, കേരം. സോ നാൽപ്പമരാതി വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലാണ് മെയിൻ സംഭവം. ഇതിൽ കൂടുതലായിട്ടും മഞ്ഞളാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ കുറേ അവരുടേതായ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് വായിക്കണമെങ്കിൽ എല്ലാ സയൻറ്റിഫിക് നെയിംസിലൊക്കെ ആയിട്ടോ കൊടുത്തേക്കുന്നത്. ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാ ആയുർവേദിക്കായിട്ടുള്ള കടകളിലും കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ കിട്ടാം, ആമസോണിൽ വരെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു മഞ്ഞളിൻ്റെ മണവും പിന്നെ എണ്ണയുടെ ആ ഒരു മണമാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ടൊന്ന് ഒരു യെല്ലോ സ്റ്റെയിനാണ് കേട്ടോ ഇതിന്. കാരണം മഞ്ഞളിൻ്റെ കണ്ടൻറ്റ് അത്യാവശ്യം ഉണ്ട്. മഞ്ഞൾ തേക്കുന്നത് നല്ലതാണ്, പക്ഷെ ഒരുപാട് നമ്മൾ തേച്ചാൽ അത് കുറച്ചൊന്ന് സ്റ്റെയിനായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് മഞ്ഞ സ്റ്റെയിൻ ആവുമെന്നാണ്, പക്ഷെ അത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ അത്രയ്ക്ക് മഞ്ഞ സ്റ്റെയിൻ വരുന്നില്ല. ഞാൻ വിചാരിച്ചു ഒരുപാടാവുമെന്ന്, പക്ഷെ ഇല്ല, ഒരു കുഴപ്പം, അത്രയ്ക്ക് മഞ്ഞ കളറില്ല കേട്ടോ. അത് ഞാൻ കുറച്ചെടുത്തോണ്ടായിരിക്കാം. ഇനി നിങ്ങൾ അത്യാവശ്യം മസാജ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് നിങ്ങളുടെ എന്തെങ്കിലും 2 ഫിംഗേഴ്സ്, ഒന്നെങ്കിൽ ഈ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഇത് മാത്രം എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഫേസിന് അതൊരു എക്സസൈസ് ആവും. ഒന്നും കൂടെ ആ ഓയിൽ സ്കിന്നിൽ ഇറങ്ങാനുള്ള ഒരു അബ്സോർബ് ചെയ്യുന്ന ഒരു പരിപാടി കൂടും. കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യുക. നിങ്ങളുടെ ബോഡിയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ടാനുള്ള സ്ഥലങ്ങളെല്ലാം അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതൊരു ഫേസ് ഓയിലല്ല, ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ. ഞാനൊരു 2 മിനിറ്റ്സ് എങ്കിലും ആയി കാണും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, ഏകദേശം ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യുക. പക്ഷെ ഇപ്പം നമ്മൾ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ അത്രയും ഒരു യെല്ലോ സ്റ്റെയിൻ കാണുന്നില്ല, പക്ഷെ കണ്ണാടിയിൽ കാണുന്നുണ്ട് കേട്ടോ. കണ്ണാടി കാണുന്നുണ്ട്, കുറച്ച്
ഉണ്ട്, കുറച്ചേ ഉള്ളൂ, കാരണം ഞാൻ കുറച്ചെടുത്തത് കൊണ്ട്. അപ്പം നിങ്ങളും കുറച്ചെടുക്കാൻ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ. ഒരുപാട് എടുത്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് അധികം പോകാൻ സാധ്യത കാണില്ല, കാരണം എണ്ണയും കൂടെ ഉള്ളതുകൊണ്ട്. സോ ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും. 10 മിനിറ്റേ ഞാൻ വെച്ചുള്ളൂ, അതിൽ കൂടുതലൊന്നും വെച്ചില്ല. സോ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ മുഖം ഒന്ന് ഫേസ് വാഷ് ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ അറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഡിഫറൻസ് ക്യാമറ കൂടെ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടോ എന്തോ അറിയില്ല ഗൈസ്, അതേപോലൊക്കെ തന്നെയാണ്. പക്ഷെ എന്തോ ഒരു ഡൾനെസ് മാറിയ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഒരു ഡള്ളായിട്ടിരുന്ന ഒരു ഫേസ് അതിട്ട് കഴുകി കളഞ്ഞപ്പോൾ ഒന്ന് ഫ്രഷ്നെസ് തോന്നുന്ന പോലെ ഉണ്ട്. ആൻഡ് ഇതൊക്കെ ബ്രേക്ക്ഔട്ട്സും പിഗ്മെൻറ്റേഷനൊക്കെ അതേപോലൊക്കെ തന്നെയുണ്ട്, ഡാർക്ക് സർക്കിൾസും അതേപോലൊക്കെ തന്നെയുണ്ട്. സോ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ആയിരുന്നു, ഫസ്റ്റ് ഡേ നമ്മൾ യൂസ് ചെയ്തതായിരുന്നു. സോ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ വിജയകരമായി തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് യൂസിങ് നാൽപ്പമരാതി തൈലം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ എനിക്കിവിടെ ഒരു ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായിരുന്നു, അതിപ്പോൾ പിമ്പിളായി മാറിയിട്ടുണ്ട്. പിന്നെ ഇന്നും മുഖത്തൊന്നും ഇട്ടിട്ടില്ല, ഇത് ഞാനിങ്ങനെ തേച്ച് ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കാം. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇന്നും കൂടെ ഒന്ന് തേക്കാം. സോ ഗൈസ്, ഇന്നലെ തേച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തേക്കുമ്പോൾ ഒരുപാട് മഞ്ഞ കളറായിട്ട് തോന്നത്തില്ല, കാരണം നമ്മൾ കുറച്ചെടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഫേസ് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേന് ശരിക്കും മഞ്ഞ കളറിൽ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അതെ, ഇനി എന്തോ ചെയ്യണം, നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കാം. ഓക്കെ, സോ ഗൈസ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. സോ ഗൈസ്, ഞാനൊന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. സോ സംഭവം ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ഇട്ട് കഴുകിക്കളയുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട്. ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവിടെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ആൻഡ് 7 ദിവസം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ സെക്കൻഡ് ഡേ ഗൈസ്. രണ്ടാമത്തെ ദിവസം നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ നാൽപ്പമരാതി തൈലം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ മുഖത്ത് നല്ലൊരു ഒരെണ്ണം ഇങ്ങനെ പൊട്ടാറായി നിൽക്കുക ഈ പിമ്പിള്. ഞാൻ പക്ഷെ അത് അനക്കുന്നില്ല. സോ ഗൈസ്, എന്തെങ്കിലും ഡിഫറൻസ് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഡിഫറൻസ് ഇല്ല അങ്ങനെ. ബട്ട് ഞാൻ വിചാരിച്ചെന്താണെന്ന് അറിയാവൂ, ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഒരു കുറച്ചും കൂടെ നേരം ഒന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നൊരു കൂടുതൽ സമയം വെക്കും കേട്ടോ. ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റത്തോളം വെക്കും. എന്നിട്ടായിരിക്കും ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഇതേപോലെ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏറെക്കുറെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു തോനെ നേരം വെക്കും, ഒരു 20 മിനിറ്റത്തോളം വെക്കും, എന്നിട്ടായിരിക്കും ഫേസ് വാഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ്, ഇന്ന് ഞാൻ കുറേ നേരം വെച്ചിട്ടുണ്ട്, ലൈക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ വെച്ച് കാണും. സോ ഓക്കെ ഗൈസ്, ഞാൻ മുഖം ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുരു ഇപ്പോൾ പൊട്ടും ഗൈസ്. വേദന, തൊടുമ്പുള്ള വേദനയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോഴത്തേന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എനിക്ക്? ഓക്കെ, എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്നൊരു കളറിലാണോ എന്നറിയില്ല, നമ്മുടെ ഒരു ഡള്ളായിട്ടിരിക്കുന്ന ഒരു മുഖം പെട്ടെന്ന് നമ്മളൊരു പാക്കോ എന്തെങ്കിലും ഇടുമ്പോൾ ഒരു ഫ്രഷ്നെസ് വന്നിട്ട് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്ന് തോന്നത്തില്ലേ, അതേപോലെ ഉണ്ട്. അല്ലാതെ എൻ്റെ ഡാർക്ക് സർക്കിൾ അതേപോലെ തന്നെ ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഇവിടെ അതേപോലെ ഉണ്ട്, ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇന്ന് 3rd ഡേ ആണ്, 4 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 4 ദിവസവും ഞാൻ മിക്കവാറും ഞാനൊരു 20 അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇനി വെക്കും.
എന്നാലേ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ച് നേരം വെച്ചിട്ട് കഴുകിക്കളയുമ്പോൾ റിസൾട്ട് വലുതായിട്ട് കിട്ടുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സക്സസ്ഫുള്ളി 3 days നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്, നമ്മുടെ നാൽപ്പമരാതി തൈലം വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നാളെ കാണാം. ബൈ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ നാൽപ്പമരാതി തൈലം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. സോ ഇന്നലെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കണ്ട ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടു കേട്ടോ. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ എവിടേക്കോ ഒരു ഡിഫറൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. നിങ്ങളെൻ്റെ ഈ ഡാർക്ക് സർക്കിൾസൊക്കെ കുറച്ച് എന്തോ ഒരു ഷെയ്ഡ് കുറയുന്ന പോലെ തോന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ആദ്യത്തെ ഡാർക്കായിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഷെയ്ഡ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ എനിക്ക്. ഡിഫറൻസ് സത്യം പറഞ്ഞാൽ പെയ്യെ വരുന്നുണ്ട്, നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തന്നെ കോംപ്ലക്ഷൻ മാറ്റിയെന്നൊന്നുമല്ല, കുഴപ്പമില്ല. സോ ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. സോ ഗൈസ്, ദാണ്ടെ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ മുഖത്ത് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഇന്നലത്തെ കുരുവേ തന്നെ പൊട്ടിപ്പോയതാട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാനൊരു അരമണിക്കൂറെങ്കിലും വെക്കും. സോ ഗൈസ്, ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിജയകരമായി 4ാമത്തെ ദിവസവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് 5th day 5ാമത്തെ ദിവസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ എൻ്റെ ഡാർക്ക് സർക്കിൾ കുറച്ച് കുറഞ്ഞ പോലെ തോന്നില്ലേ? കുറഞ്ഞെന്നല്ല, അവിടുത്തെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറച്ചൊന്ന് ഫേഡായി വരുന്ന പോലെ തോന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്തോ ഒരു ഡിഫറൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഈ കുരുവിൻ്റെ ആ ഒരു ഡാർക്ക് സ്പോട്ട് വിട്ടേരെ, കാരണം അത് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് കറക്റ്റായിട്ട് വന്നത്. ബട്ട് ഡാർക്ക് സർക്കിൾ കുറച്ച് ഫെയ്ഡ് ആവുന്നുണ്ട്. യെസ് ഗൈസ്, ഫെയ്ഡ് ആവുന്നുണ്ട്. എനിക്കറിയാലോ എൻ്റെ മുഖത്ത് നടക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ്. യെസ്, ഡാർക്ക് സർക്കിൾ കുറച്ച് ഫെയ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ സംഭവം ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് 5ാമത്തെ ദിവസമായി, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. സോ ഗൈസ്, ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ എൻ്റെ ഡാർക്ക് സർക്കിളിൻ്റെ അവിടെ കുറച്ച് വ്യത്യാസം വരുന്നില്ലേ? ഉണ്ട്. കുറച്ച് ഡള്ളായിട്ടാണ് ഞാൻ ഇരുന്നത്, ബട്ട് ഫേസ് കുറച്ച് നല്ല രീതിക്കൊന്ന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഉണ്ട്, വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് 5th day ആയില്ലേ, ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നാളെ കാണാം. ബൈ. ഇത് നമ്മൾ നാൽപ്പമരാതി തൈലം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 6 ദിവസം പൂർത്തിയാക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഡാർക്ക് സർക്കിൾസ് കുറച്ച് കുറഞ്ഞ് തുടങ്ങുന്നുണ്ട് ഈ തൈലം യൂസ് ചെയ്തിട്ട്. ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല. സോ സംഭവം വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, 100% എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്കുള്ള പ്രോബ്ലംസ് ഒന്ന് കുറച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നാളെയാണ് നമ്മുടെ ഫൈനൽ ഡേ. വലിയ വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തേച്ച് തുടങ്ങാം. നമ്മൾ അത്യാവശ്യം നേരം വെക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ എനിക്ക് തോന്നുന്നു റിസൾട്ട് കിട്ടത്തില്ല. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഗൈസ്, എന്നാലും ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് കുറച്ച് വെച്ചാൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്നെങ്കിലോ നിങ്ങളൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ, നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എന്തോന്ന് അറിയാമോ, കുളിക്കുന്നതിന് മുന്നേ നിങ്ങളിത് തേച്ചിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് കുളിക്കുന്ന സമയത്ത് ഫേസ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ക്ലെൻസർ ഉപയോഗിച്ചോ നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ മതി. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഗൈസ്, ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ അത്യാവശ്യം ഭയങ്കര ഡാർക്കായിട്ടാണ് ആ ഭാഗത്ത് ഇരുന്നത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴുകിക്കളഞ്ഞപ്പോൾ ദെയർ ഇസ് ഡിഫറൻസ് ഗൈസ്. എൻ്റെ ടോൺ ഇൻക്രീസായി, ഭയങ്കര കോംപ്ലക്ഷനൊക്കെ വർദ്ധിച്ചു എന്നതല്ല, പക്ഷേ എനിക്കുണ്ടായ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ഫേഡായി വരുന്നുണ്ട്. യെസ്, ദെയർ ഇസ് സം ഡിഫറൻസ്.
നാളെയാണ് നമ്മുടെ ഫൈനൽ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, നാളെ നമ്മൾ 7ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യും. നാളെ കാണാം ഗൈസ്. അപ്പോൾ ബൈ. ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ 7th ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വെച്ചാൽ ഇന്ന് കറക്റ്റ് 7ാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മൾ നാൽപ്പമരാതി തൈലം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. എൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഞാൻ ഒന്നും തന്നെ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഡിഫറൻസ് തോന്നുന്നില്ല? എനിക്ക് സത്യം പറയട്ടെ ഡിഫറൻസ് ഉണ്ട്, നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് ഡേ വിസ് 7th ഡേ 1 വീക്കായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാണ് ഗൈസ്. ഡാർക്ക് സർക്കിൾസിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഏറെക്കുറെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് 7ാമത്തെ ദിവസം നമ്മൾ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ പോവുകയാണ് അവർ ഫൈനൽ ഡേ. സോ എന്തിനെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഒറ്റ യൂസിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നാൾ യൂസ് ചെയ്യുക, നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം ഈ ഓരോ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തെ റിസൾട്ട് നമുക്ക് അറിയണമെങ്കിൽ ഒന്നും ഒറ്റ യൂസിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യും, ഇതിൽ വരുന്ന എഫക്ട്സ് ആയിക്കോട്ടെ, ഇതിൽ വരുന്ന പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഇതിൽ വരുന്ന എന്തൊക്കെ തന്നെ ആയാലും അതിനൊരു സമയമുണ്ട്, അത് കാണിച്ചു തരാം. അല്ലാതെ ഒറ്റ യൂസ് ചെയ്ത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഒന്നും കൂടെ എനിക്ക് റിസൾട്ട് ഇത് ചിലപ്പോൾ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ കാണിച്ചു തന്നേനെ. പക്ഷേ 1 വീക്കിലെങ്കിലും കുട്ടി ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്, ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. നമ്മൾ യൂസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് റിവ്യൂസ് നോക്കാം, ബട്ട് സ്റ്റിക്ക് ഓൺ ടു ഒരുപാട് നാൾ യൂസ് ചെയ്ത് നൽകുന്ന ഒരു ജെന്യുവൻ റിവ്യൂസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നോക്കുക. അല്ലാതെ ഒറ്റ യൂസിൽ തന്നെ എനിക്ക് മാറ്റമുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. ഓക്കെ, സോ ഇത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം. സോ ഓക്കെ ഗായ്സ്, ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. മുഖം പോലെ ഞാൻ തുടച്ചില്ല. നല്ല ഒരു ഡിഫറൻസ് ഇല്ലേ ഗായ്സ്? സത്യം പറയട്ടെ, നല്ല ഡിഫറൻസ് ഉണ്ട്. എന്തിൻ്റെ ബേസാന്ന് ചോദിച്ചാൽ, ഒരു സെക്കൻഡ് ഞാൻ മുഖം ഒന്ന് തുടച്ചോട്ടെ. സോ ഗായ്സ്, ഇതാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ 7 ഡേയ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്ററായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ? എനിക്ക് നല്ല രീതിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. പക്ഷേ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ, ഡാർക്ക് സർക്കിൾസ് ഉള്ള പിഗ്മെൻറ്റേഷൻ, അത് കുറഞ്ഞു. പിന്നീട് ഓവറോളായിട്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു പഴയ ടോണിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസമില്ലേ? ലൈക്ക് ഭയങ്കരമായി വെളുത്ത് ഫെയറായി ഉള്ളതല്ല, ഒരുപാട് ഡള്ളായിട്ടിരുന്ന എൻ്റെ ഒരു സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട് അല്ലേ? നല്ല രീതിക്കൊരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട്. പിന്നെ ഓവറോളായിട്ട് ഒരുപാട് കോംപ്ലക്ഷൻ കൂട്ടുന്ന ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതും ഡള്ളായിട്ട് സ്കിൻ ഇരിക്കുന്നവർക്കും നല്ല രീതിക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ അങ്ങനെയാണ് ഇരുന്നത് മുമ്പേ, പക്ഷെ ഇപ്പോൾ നല്ല ഡിഫറൻസും ഉണ്ട്. അതേപോലെ തന്നെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ബട്ട് നമുക്ക് ദോഷം സംഭവിക്കുന്ന രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് ഒരിക്കലും ചെയ്തിട്ടില്ല. അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ അതില്ല. സോ 5ൽ ഐ വിൽ ഗിവ് 4 ഗൈസ്. ഓക്കെ, ഒരു 4 എങ്കിലും നമുക്ക് കൊടുക്കാം. സോ ഇൻ ടേംസ് ഓഫ് അതൊരു ഓയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മുഖത്ത് എണ്ണയൊക്കെ തേക്കുന്നത്. പക്ഷേ ഇത് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഒരു 1 വീക്ക് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് നല്ല റിസൾട്ട് തരുന്നുമുണ്ട്. ഞാൻ ഒരു 7 ദിവസം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊന്ന് തെളിഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഗൈസ്. അതാണ് എൻ്റെ ഒരു റിസൾട്ട്. സോ ഗൈസ്, 7 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന്. അങ്ങനെ എല്ലാ ദിവസവും ഞാനിത് യൂസ് ചെയ്യുമ്പോഴേ ഞാൻ എന്തെങ്കിലും റിസൾട്ട് വരത്തില്ലായിരിക്കുമോ അതൊക്കെ എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ആദ്യത്തെ തവണയാണ്. അപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ കുറച്ച് ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത്. ആൻഡ് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചാൽ ഇറിറ്റേഷനോ ഒന്നും എനിക്ക് സ്കിന്നിന് സംഭവിച്ചില്ല. അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബിക്കോസ് എവറിത്തിങ് ഇസ് നാച്ചുറൽ ഇൻ ദാറ്റ്.
നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയാം. ഡു സബ്സ്ക്രൈബ്, ഡു സപ്പോർട്ട് ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.